തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വമ്പന്മാരെ ഇറക്കി ബി.ജെ.പി. മുൻ ഡി.ജി.പി. ആർ. ശ്രീരേഖ ശാസ്തമംഗലം ഡിവിഷനിൽ മത്സരിക്കും. വി രാജേഷ് മത്സരിക്കുക കൊടുങ്ങാനൂർ ഡിവിഷനിലാണ്. തൃശൂർ കോർപ്പറേഷനിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി എൽ.ഡി.എഫ്. CPIM 39 സീറ്റുകളിൽ മത്സരിക്കും. അന്തിമ തീരുമാനം നാളത്തെ LDF യോഗത്തിൽ ഉണ്ടാകും. കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. KSUവിനും യൂത്ത് കോൺഗ്രസിനും സീറ്റ് നൽകിയാണ് പുതിയ പട്ടിക. വിവരങ്ങളുമായി ദേവൻ MP ആണ് ചേരുന്നത്. ദേവൻ, എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. അതിനു മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളുമായി കളം നിറയുകയല്ലേ മുന്നണികൾ? സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒപ്പം തന്നെ സീറ്റ് വിഭജനമായിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുന്നു. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും തിരുവനന്തപുരം നഗരസഭയിലെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. 67 അംഗങ്ങളുടെ അല്ലെങ്കിൽ 67 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് BJP പ്രഖ്യാപിച്ചത്. ഇത്തവണ തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്നുള്ളത് BJPയുടെ മുന്നിലെ വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് മുൻ DGP കൂടിയായിരുന്നിട്ടുള്ള R. ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വമാണ്. തിരുവനന്തപുരം ശാസ്തമംഗലം വാർഡിൽ നിന്നും R. ശ്രീലേഖ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ എത്തുന്നു. ഒപ്പം തന്നെ വി രാജേഷ് കൊടുങ്ങാനൂരിൽ മത്സരിക്കുന്നു. മാത്രമല്ല മുൻപ് കോൺഗ്രസ് വിട്ടുവന്ന തമ്പാനൂർ സതീഷും ഒപ്പം തന്നെ പത്മിനി തോമസും BJPയുടെ സ്ഥാനാർത്ഥികളായി BJPയുടെ സ്ഥാനാർത്ഥികളായി തിരുവനന്തപുരം നഗരസഭയിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അപ്പോഴും കവടിയാർ അടക്കമുള്ള മണ്ഡലങ്ങളിലെ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നിപ്പോൾ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും കവടിയാറിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ മുൻ MLA കൂടിയായിട്ടുള്ള KS ശബരിനാഥിനെ അടക്കം രംഗത്തിറക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ഇത്തവണ മത്സരരംഗത്തേക്ക് എത്തുന്നത്. പക്ഷേ അവിടേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് വന്ന ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഈ കവടിയാർ അടക്കമുള്ള പ്രധാനപ്പെട്ട മറ്റ് മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ടുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ എത്തുമെന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തൃശൂർ നഗരസഭയുടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ തന്നെയാണ് ആ വാർത്ത ഇന്ന് ആദ്യം പുറത്തുവിട്ടതും. തൃശൂർ നഗരസഭയിൽ 41 സീറ്റുകളിൽ CPM മത്സരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കി 15 സീറ്റുകൾ ഘടകകക്ഷികൾക്കായി വിട്ടു നൽകും. പ്രത്യേകിച്ചും CPI 8, RJD 3, കേരള കോൺഗ്രസ് 2, NCP 1, കേരള കോൺഗ്രസ് 1 ഇങ്ങനെയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ സീറ്റ് വിഭജനം ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ മേയർ അജിത ജയരാജും മുൻ ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപനും മേയർ സ്ഥാനാർത്ഥികളായും പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൊല്ലം ജില്ലയിൽ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നു. 9 ഇടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക് കൂടി പ്രാതിനിധ്യം നൽകിക്കൊണ്ട് 2 സീറ്റ് വീതം യൂത്ത് കോൺഗ്രസിനും ഒപ്പം തന്നെ KSUവിനും കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പാർട്ടികളും മുന്നണികളും കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റ് പാർട്ടികളും CP അടക്കമുള്ള മറ്റ് സംഘടനകളും പാർട്ടികളും എല്ലാം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി രംഗത്ത് വരും. ശരി ദേവൻ.